പാവമാണ്. പിന്നെ കുറച്ച് റൗഡിത്തരൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ ആ റൗഡിത്തരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത്ര പാവം പാടില്ലല്ലോ. നമ്മുടെ കോൺസെപ്റ്റിൽ ആള് കുറച്ച് ഇച്ചിരിയൊക്കെ ഒരു വില്ലനൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊക്കെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് ഉള്ള ബോയ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ജിമ്മനായിരുന്നു. അങ്ങനെ എന്തോ എല്ലാവരുടെയും ഭാഗത്തുനിന്നൊരു പോസിറ്റീവ് റിപ്ലൈ ഒക്കെ കിട്ടിയപ്പം പിന്നെ എന്റെ ഫ്രണ്ട് ഇയാളുടെ ബ്രദറാണ്. അപ്പൊ അവൻ കുറച്ച് എന്നെ പ്രഷർ ചെയ്തു. എല്ലാം കൂടെ ആയപ്പോ എനിക്കങ്ങ് ഓക്കെ ആയി. രണ്ടുപേർക്കും പ്രായപൂർത്തിയായി എന്നൊരു കാരണം കൊണ്ട് എനിക്ക് അവർ വിവാഹം കഴിച്ചതിലോ ഒരുമിച്ച് ജീവിക്കുന്നതിലോ ഒന്നും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാനില്ല. നമ്മുടെ നിയമവ്യവസ്ഥ അതിനെ അനുവദിക്കുന്നുണ്ട്, അവർക്കത് ചെയ്യാം. ബട്ട് റിയാലിറ്റി അറിയിടത്തോളം ആ പയ്യന് വലിയ പണിയില്ല, പെണ്ണ് പഠിച്ചിറങ്ങിയ കൊച്ചു പെണ്ണാണ്. സോ മുമ്പോട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽപ്പുണ്ട്. അത് അവരെങ്ങനെയും വഴി കണ്ടുപിടിക്കുമായിരിക്കാം. എനിക്ക് പറയാനുള്ളത് ഡേറ്റ് ചെയ്യാം, പ്രേമിക്കാം, പ്രണയിക്കാം, ഇതൊക്കെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ തുടങ്ങാം. അപ്പോഴേ കയറി അങ്ങോട്ട് കല്യാണം കഴിക്കരുത്. നമ്മളിങ്ങനെയൊക്കെ പ്രേമിച്ച് കുറേ നാൾ പോയി ആ പ്രേമബന്ധം നമുക്ക് ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ, ഒത്തിരി വർഷം നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ, നമ്മുടെ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്ത് നമ്മുടെ എയിമൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നിലനിൽക്കുന്ന ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വിവാഹം കഴിക്കുകയോ ലിവിംഗ് ടുഗദറിലിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതിന് മുന്നോടിയായി പലവട്ടം നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് വർക്ക് ആവാത്തൊരു സാധനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വിട്ട് പോവുക, വേറെ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക. ചാടിക്കേറി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവസാനം ഇരുന്ന് മോങ്ങും. റിയൽ ലൈഫിലെ ജീവിതം നമ്മൾ പ്രേമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാന്റസിയേക്കാളും വളരെ വലുതാണ്. വീട്ടിലെ വെള്ളത്തിന്റെ ബില്ല് മുതൽ കറണ്ട് ബില്ല് മുതൽ വീടിന്റെ വാടക വരെ നമ്മൾ എങ്ങനെ അടയ്ക്കാമെന്നുള്ള ചിന്തയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അന്നീ കാണുന്ന പ്രേമവും പൊക്കവും ധൈര്യവും ജിമ്മും മസിലുമൊന്നും ചില സമയങ്ങളിൽ വർക്കാവണമെന്നില്ല. ഇന്നുണ്ടായ ഈ കൗതുകമൊക്കെ അന്ന് കാണില്ല. സോ അതിനാൽ എല്ലാവരും പ്രേമിക്കൂ, ഡേറ്റ് ചെയ്യൂ, കറങ്ങോ, അടിച്ചു പൊളിക്കൂ. പെട്ടെന്നൊന്നും കയറി ആരും കല്യാണം കഴിച്ച് ലോക്കാവരുത്. കല്യാണം കഴിക്കാം, മെന്റലും ഫിനാൻഷ്യലും ഒക്കെ മെച്യൂരിറ്റി എത്തുന്നൊരു സമയത്ത് ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം.